സംഭവമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ പ്രോഗ്രാം അനുസരിച്ച് മൊത്തം പ്രാർത്ഥനയും ഈ യൂണിറ്റിലെ ആൾക്കാർ തന്നെ നടത്തുന്നു, നേതൃത്വം കൊടുക്കുന്നു. അഭിനന്ദ പിതാവാകട്ടെ, ഞങ്ങൾ അച്ഛന്മാരാകട്ടെ, അവരുടെ സാന്നിധ്യം കുട്ടികൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അവസാന ഭാഗത്തായിരിക്കും. നാം സാധാരണ ചെയ്യുന്ന 7 സ്റ്റെപ്പ് മെത്തേഡ് അതേ പിതാവേ, ബഹുമാന്യനായ ജോസഫച്ച, വിശ്വാസച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റർ ലൂസ മേരി, നമ്മുടെ പാരിയഡ് കൗൺസിലിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അലക്സ്, ഖജാൻജി ആയിട്ടുള്ള ശ്രീ റോജി, DCC PSSലെ ജോൺസൺ അച്ഛനോടൊപ്പം ജീവിക്കുവാൻ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ദൈവമേ, വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി കതകടച്ച് പ്രാർത്ഥിക്കുക. 12 വരെയുള്ള തിരുവചന ഭാഗം നമുക്കെടുക്കാം. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണകളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വചനഭാഗം നമുക്ക് ഉരുവിടാം. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. തിരുവചന ഭാഗത്തു നിന്നും ഈശോയ്ക്ക് നമ്മളോട് എന്താണ് പറയാൻ ഉള്ളതെന്ന് ശ്രദ്ധിക്കാം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നു. അനുസരണക്കേടിൻ്റെ വക്കിലേക്ക് പോയ യോഹന്നാൻ്റെ തിരിച്ചുവരവാണ് 3-ാം ദിവസം. ഈ ഒരു അനുഭവം നമ്മുടെ ഇടയിൽ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. ഇസ്രായേൽ ജനം വിവാഹം ആഘോഷിക്കുമ്പോൾ ആ വിവാഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കുറവുകളെ കുറിച്ച് അവബോധം ഉണ്ടാകുക എന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി യേശുവിനെ സമീപിക്കണം എന്ന ചിന്തയുടെ ഈ വാക്കുകളിലൂടെ ഏഴാണ് പൂർണ്ണത എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. യഹൂദ ജനതകൾ ശുദ്ധീകരണത്തിനായി വെള്ളം ശേഖരിക്കുന്നതാണ് ഈ 6 കൽഭരണി. അത് പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ 7ാമതൊരു കൽഭരണി വരണം. ആ 7ാമത്തെ കൽഭരണി യേശുവാണ്. നടന്നു. ബൈബിളിൽ 3-ാം ദിവസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. യേശുവിന്റെ മരണത്തോടെ എല്ലാം പുത്രന്റെ തിരുവുദ്ധാനം കൊണ്ട് ദൈവിക പദ്ധതി വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നെ കൂടുതൽ ആകർഷിച്ച വാക്യം അതൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധാമ്മ ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ സംഘത്തിൽ ഉയർത്തിയ പ്രാർത്ഥന. കൽഭരണികളിലാണ് വെള്ളം നിറഞ്ഞു. അത് എൻപോയിന്റ് അവസാനത്തെ ഒരു കാഴ്ച. വെള്ളം വീഞ്ഞായി മാറിയത് അത്ഭുതമാണ് യേശു ആദ്യം നടത്തിയ അത്ഭുതം. അത് അമ്മ മകനോടുള്ള വിശ്വാസവും മകൻ അമ്മയോടുള്ള സ്നേഹവുമാണ്. ആ വെള്ളം വീഞ്ഞായി മാറുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. ആ ഉറച്ച വിശ്വാസത്തിലാണ് അമ്മ മകനോട് പറയുന്നത്, അവന് ഈ നിറം മാറി, അതിൻ്റെ രുചി മാറി, എല്ലാ തരവും മാറി. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും വീഞ്ഞ് നിറം മാറിയതുപോലെ നമുക്കും ആ അനുഭവം യേശുവിനോട് ചേർന്ന് നിന്നാൽ, യേശുവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ നമ്മുടെ നിറവും അതുപോലെ മാറി. 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ധ്യാനിക്കുന്നത്.
അവിടെ മറുത്ത് ചോദിക്കുന്നില്ല, അതനുസരിക്കുകയാണ് പരിചാരകൻ. വെള്ളം വീഞ്ഞായി മാറിയപ്പോൾ അത് പകർന്നു കൊടുക്കുക, അവിടെയും അവർ മറുചോദ്യം ചോദിക്കുന്നില്ല, അത് രുചിച്ച് നോക്കുക പോലും ചെയ്യാതെ. കേൾക്കുന്നത് അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. നമ്മൾ ഈ വാക്യങ്ങളിലേക്ക് കടന്നു ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും മാതാവ് തൻ്റെ തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ചെറിയ ചെറിയ വാക്ക്, 1-2 വാക്കുകൾ ഉപയോഗിച്ച ഈ ഇടവകയ്ക്ക് ഏറ്റവും മാതൃകാപരമായ യൂണിറ്റായി മാറിക്കൊണ്ട് എന്ന് ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങനെ തിരുത്തരങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആണിപ്പഴുതുള്ള കൈകളിലേക്ക് അവരെ സഹായിക്കണമേ. അങ്ങയുടെ വഴിക്ക് പോകാതെ അങ്ങയുടെ രാജ്യവും അന്വേഷിക്കുന്ന കർമ്മയുടെ വിളവിടങ്ങളായി വളരുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് മാസത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ കൂടുതൽ ആഴപ്പെട്ടുകൊണ്ടും കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ തമ്പുരാനെ ഇന്ന് ലോകമാർഗ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയിലേക്ക് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ ബിഷപ്പ് നിറയ്ക്കുവാൻ തക്കവണ്ണം അവിടുത്തെ വചനം കൊണ്ട് വളരെ അനുഗ്രഹപ്രദമാകുവാൻ തക്കവണ്ണം ഇടയാക്കിയ വലിയ കൃപയോർത്ത് കൂടിയ എല്ലാ കുടുംബ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റവും ഭക്തിപൂർവം ഈശോയോടൊപ്പം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കാനുഗ്രഹമാകട്ടെ. വിശുദ്ധയാം കന്യാമറിയമേ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രസിദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ പരവാസികളെയും ഈ പോയിരിക്കുന്നവരെയും സന്ദർശിക്കുന്നവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പൊന്നുമുത്തൻ തിരുവേദിക്കും ബഹുമാനപ്പെട്ട ഗോത്സവത്തിനും ബഹുമാനപ്പെട്ട ഗ്രാമത്തിനും ബാക്കിയുള്ള എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർക്കും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. കൂടുതലായൊന്നും പറയാനല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, എബ്രാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾ എല്ലാം മുന്നിട്ട് നിന്ന് ചെയ്താൽ നമ്മുടെ ബാബുക്കുട്ടൻ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടന്നു തന്ന നമ്മുടെ ഗുരുമാതാ ഗ്രൂപ്പിനും ഞാൻ പ്രത്യേകം നന്ദി വെച്ച് ഒരു ജനറൽ ബോഡിയിൽ സംസാരിച്ച ഒരു കാര്യമാണ് പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് ആളിച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ എല്ലാവരും സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ സഹായിക്കും. ഓക്കെ, 100 വയ്ക്കുക. 400 കുടുംബങ്ങൾ എടുക്കുക. 400 കുടുംബങ്ങൾ
ഓരോ ആഴ്ചയിലും ഇല്ലേ ഒരു ദിവസം മേരി ഇല്ല, മേരി അമ്മ. അപ്പൊ ഈ വാർഡിൽ പ്രാർത്ഥന ഇനി ഇത് ഈ പ്രാർത്ഥന ഇവിടെ വെക്കുന്ന കാര്യമൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ല. പെട്ടെന്ന് ജോസ് നല്ല സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞ് പിതാവ് വരുന്ന പ്രാർത്ഥനയാണെങ്കിൽ എനിക്കെന്താ വന്നോട്ടെ. ചേച്ചി നോക്കുന്നാ പറയുന്നത്. നമ്മളുടെ പേരെന്താണ്? അമ്മച്ചിയുണ്ട്. അപ്പച്ചനെവിടെ? നിനക്ക് ആഹാരം തരുന്ന ആരാ? ക്ലാസ്സിലെ കുട്ടികളുടെ ദൂരദർശൻ പ്രോഗ്രാം ഏത് വിഷയം? പഠിച്ചു കഴിഞ്ഞിട്ട് DLD ഇപ്പൊ TTCക്ക് വരുമ്പോ DLD എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞു. ഇതിന്റെ വേക്കൻസികൾ വളരെ കുറവാണ്. പക്ഷെ നമ്മള് ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങേ നാമം മഹത്വപ്പെടുന്നു. അങ്ങയുടെ നാമത്തിൽ Three. 1, 2, 3.